അപ്പം ഒരു ബർത്ത്ഡേക്ക് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങളെയും കൂടി അതൊന്ന് കാണിച്ചു തരാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്റെ ബർത്ത്ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ സെക്കൻഡത്തെയും ബർത്ത്ഡേ മാത്രമേ ഞാൻ ആഘോഷിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പാണ് ഞാനൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്കിനെ കട്ട് ചെയ്യുന്നത്. അപ്പം അതും ഈ പ്രാവശ്യത്തെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു. അമ്മായിമാരെ ആപ്പമാരെ എല്ലാവരും കൂടി കാക്കമാരെ താത്തമാരെ എല്ലാവരും കൂടിയിട്ട് നമുക്ക് സർപ്രൈസ് വന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ആ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്താത്തമാരെല്ലാം ഇത്താത്തമാരും എന്റെ കസിൻസ് എല്ലാം തന്ന കുറച്ച് ഗിഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഒരുപാട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഡ്രസ്സൊക്കെ എന്നോട് എല്ലാവരും പറഞ്ഞു നല്ല ഡ്രസ്സുണ്ട്, ഡ്രസ്സൊക്കെ ഉണ്ട്. കുറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പം അതൊക്കെയാണ് എന്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ. അപ്പം ഞാൻ എന്റെ ബർത്ത്ഡേ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബില്. അപ്പൊ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഞാൻ അധികം നിങ്ങളോട് വർത്തമാനം മനസ്സ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വേഗം ഗിഫ്റ്റില് കടക്കാം. ഓക്കെ, അപ്പൊ എന്റെ ചെറിയൊരു അനിയത്തിയില്ല. അപ്പോൾ ഇടക്കിടക്ക് അവിടെ നിന്ന് ഒച്ചപ്പാടാക്കുന്നുണ്ട്. അങ്ങനെ ഇടക്കിടക്ക് ചെറിയ കുട്ടികളിൽ ഒച്ച അല്ലെങ്കിൽ അടിയിൽ ഒച്ചയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ ഗിഫ്റ്റ് കാണിക്കാം. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. ഒരു ക്യൂട്ട് ഹാമ്പർ ആണ്. അപ്പം ഗിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും കുറെ ഗിഫ്റ്റ് കിട്ടുന്ന എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാ ഉള്ളേ. അപ്പൊ ഫസ്റ്റ് ഒരു യൂണിക്കോണിന്റെ പൗച്ചാണ് ഉള്ളത്. ഒരു യൂണിക്കോണിന്റെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പൗച്ച് ഉണ്ട്. അപ്പം ഇതൊരു സിംഗിൾ സ്റ്റോറാണ് ഉള്ളത്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഒരു ഗിഫ്റ്റ്. സെക്കൻഡ് വൺ ഒരു ക്യൂട്ട് ആയിട്ടുള്ളൊരു ബാഗാണ്. അപ്പം ഇതാണ് ഒരു ക്യൂട്ട് ബാഗ്. ഇത് കീച്ചെയിൻ ടൈപ്പാണ് വരുന്നത്. അല്ലേ, ബാക്കിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മൈ സെക്കൻഡ് ഗിഫ്റ്റ്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ഈ ഒരു ട്രാവൽ ഡയറി ആണ്. ഇതാണ് കോക്കോസ് ട്രാവൽ ഡയറി. ഇതിൽ 4 സെക്ടേഴ്സ് പോലെ വരുന്നുണ്ട്. ട്രാവൽ, പോസ്റ്റ് ഓഫീസ്, ട്രാവൽ സ്റ്റാമ്പ്, ട്രാവൽ വേൾഡ്, ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 സെക്ടേഴ്സ് വരുന്നുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു 3 സെറ്റ് ലിപ് ബാം ആണ് കേട്ടോ. ഇത് മില്ലേന്റെ ഒരു 3 സെറ്റ് ലിപ് ബാം ആണ്. ഇത് ടിൻജർ ലിപ് ബാം ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ വരുന്നത് ചെറീന്റെ ലിപ് ബാം ആണ്. ചെറീന്റെ സെക്കൻഡ് സെയിം ഒരു സ്ട്രോബെറിന്റെ ഒരു ലിപ് ബാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് ലാസ്റ്റ് വൺ ഒരു കാൻഡി ഫ്ലോസ് തന്നിട്ടൊരു ലിപ് ബാം ആണ്. അപ്പം ഒരു 3 സെറ്റ് തന്നിട്ടുള്ളൊരു ലിപ് ബാംസ്, ടിൻഡർ ലിപ് ബാം. അതാണ് എൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യൂട്ട് ആയിട്ടുള്ളൊരു ക്രാബാണ്. രസമുണ്ട്. നെക്സ്റ്റ് ഒരു ഹൈലൈറ്റർ ആണ്. ബ്ലൂ കളർ, ഒരു ബ്ലൂ കളർ ഹൈലൈറ്റർ ആണ്. ഇതിന്റെ സെയിം ബേബി പിങ്ക് ഷെയ്ഡ് എനിക്ക് ഉണ്ടായിരുന്നു. ഇത് ബ്ലൂ ഷെയ്ഡ് ഹൈലൈറ്ററും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടതാണ്, നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഓരോ മാസം ഓരോ മന്തിലായിട്ട് ഇതിൻ്റെ വേറെയുടെ ഇയറിങ്സ്, സ്റ്റെഡ് ടൈപ്പുള്ള ഇയറിങ്സ്, സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓരോ ഇയറിങ്സും സാധാരണ യൂഷ്വലി ഇത് ഇയറിങ്സ് അധികം വേറെ ഇല്ല ഡെയിലി യൂസ് ആയിട്ട്. കൂടുതലും ഞാൻ കൊണ്ടുപോയി വയ്ക്കാം. അപ്പം ഏതെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ, അടുത്ത ഒക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ വെഡിങ് അങ്ങനത്തെ വരുന്ന സമയത്ത് ഞാൻ സാധാരണ ഇടലുള്ളൂ. അതും ഉമ്മായോട് ഇങ്ങനെ അതിൻ്റെ കാര്യം ഇതൊക്കെ ഇടേ, കാരണം ഞാൻ അങ്ങനെ ഇടലില്ല. അപ്പം നെക്സ്റ്റ് ഒരു ബാഡ്ജാണ്, ലവ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു
യൂണിക്കോൺ ബാഗ്. ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ഓൾറെഡി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാലും എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയപ്പാടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നേരം ഞാനിത് കണ്ട സമയത്ത് ഞാൻ ഇത് കൊട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൽ, ബർത്ത്ഡേ ഡ്രസ്സിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെയിം യൂണിക്കോണിൻ്റെ ഒരു പെൻസിൽ, പിങ്ക് കളർ പെൻസിൽ, ബേബി പിങ്ക്. അതും പിന്നെ ഒരു ഒരു ഗ്ലിറ്റർ ടൈപ്പുള്ള ഒരു പെണ്ണ്. ഇത് ഇവിടെ ഗ്ലിറ്റർ ആണെന്നുണ്ടെങ്കിലും ഇതില്ല കേട്ടോ. ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ അറിയില്ല, ഞാൻ പഠിച്ചൊന്നുമില്ല. ആ ഒരു പെൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സാധനമാണ്. ഇതിന് എന്തോ എന്താണ് കുറെ കളേഴ്സ് ഉള്ളൊരു ഇതുണ്ടാവില്ലേ, പെണ്ണുണ്ടാവില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ മൂക്കിനോട് സംസാരിക്കുന്നത്, കാരണം ഇത് ഇപ്രാവശ്യം എനിക്ക് ഒരു തണുപ്പും പനിയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ല, അതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. നെക്സ്റ്റ് ഒരു ലാസ്റ്റത്തെ ഗിഫ്റ്റ് കേട്ടോ, ഒരു യൂണിക്കോണിൻ്റെ ലാസ്റ്റ് തരുന്ന വേണ്ടിയിട്ട് യൂണിക്കോണിൻ്റെ ഒരു പെൻ ടോപ്പറാണ്. നെക്സ്റ്റ് ഇത് പിന്നെ ഒരു യൂണിക്കോണിൻ്റെ കിച്ചൺ. ഇതിൻ്റെ അകത്തും ഒരു കിച്ചൺ യൂണിക്കോണിൻ്റെ ബാക്കിൽ എന്താണ് ബിലീവ് ഇൻ യൂണിക്കോൺസ്, അങ്ങനത്തെ രണ്ട് ടൈപ്പ് കിച്ചൺ. നെക്സ്റ്റ് അപ്പോൾ ഇത് ഈ ഒരു ബോക്സിലുള്ള സാധനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഗിഫ്റ്റ് ആരാണ് എനിക്ക് തന്നെന്ന് വെച്ചാൽ എന്നെ രണ്ട് ഇത്താത്തമാരും കൂടി തന്നെയാണ്, നിസ്ലത്താത്തയും മോസത്താത്തയും കൂടി തന്നെയാണ് ഈ ഒരു ഗിഫ്റ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാൻഡിൽസും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ സൈസ് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു, അപ്പം അത് മാറ്റി എനിക്ക് കിട്ടും ആ ഒരു സാൻഡിൽസ്. അതാണ് ഈ ഒരു ബോക്സ് ഉണ്ടായത്. നെക്സ്റ്റ് ഈ ഒരു കുഞ്ഞി ബോക്സാണ്. ഇത് എനിക്ക് ആരെ തന്നെ വെച്ചാൽ എൻ്റെ കസിൻ സിസ്റ്റർ തന്നെയാണ് എനിക്കിത്, മിൻഹ തന്നെ. അപ്പോൾ ഇവിടെ പുറത്ത് നിന്ന് ഹാപ്പി ബർത്ത്ഡേ സജു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ലവ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിത് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഒരു ബാൻഡ് സെറ്റാണ്. കറണ്ട് വന്നു. ഒരു ബാൻഡ് സെറ്റാണ്. ഇതിൽ 6 ബാൻഡ്സ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഒരു 2 ക്യൂട്ടായിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. ഫസ്റ്റത്തെ ഒരു പേൾ ടൈപ്പ് വൈറ്റ് പേൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. നെക്സ്റ്റ് ഒരു വൈറ്റ് പേളില് ആയിട്ടൊരു കളറും ഒരു ഗോൾഡൻ ഡാർക്ക് ഷെയ്ഡൊക്കെ വരുന്ന കളറാണ്. അപ്പോൾ ഈ 2 ബ്രേസ്ലെറ്റ്. നെക്സ്റ്റ് ഒരു ഈ 2 പർപ്പിൾ ആൻഡ് പീച്ച് കളർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ആണ്, ക്യൂട്ട് ആയിട്ടുള്ള ഹൈലൈറ്റ് പെൻ ടോപ്പറൊക്കെ വെച്ചിട്ട്. തുറക്കുമ്പോൾ ഒരു കുഞ്ഞ സാധനം, നല്ല രസമുണ്ട് കാണാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് ഒരു മിനി ക്ലിപ്സ് ആണ്. നല്ല കളറാണ്, എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടം. ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ. ഇത് നെക്സ്റ്റ് ഒരു ഗ്ലിറ്റർ ആണ്, ഫോർ ഡെക്കറേഷൻ സാധനങ്ങൾ. പിന്നെ ഒരു ലാസ്റ്റ് വണ് ഒരു യൂണിക്കോണിൻ്റെ ഒരു പെൻ ടോപ്പറാണ്. അപ്പം ഈ ഒരു ബോക്സിലെ ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ തന്നെയാണ്. അപ്പം അതാണ് എൻ്റെ 2ാമത്തെ ഗിഫ്റ്റ്. നെക്സ്റ്റ് ഈ ഒരു ബോക്സിൽ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. തുറക്കുമ്പോൾ നമുക്ക് ഒരു കാർഡാണ് ഫസ്റ്റ് കാണാൻ കഴിയുന്നത്. യു ആർ മൈ എല്ലാം ഒക്കെ എടുത്തിട്ടുണ്ട്. യു ആർ മൈ എന്നൊക്കെ എടുത്ത് ഇത് തുറക്കുമ്പം കാണിച്ചു.
ഷിൻചാൻ ആളെ ഇത് ഒട്ടിക്കാനുള്ള കാരണം വെച്ചാൽ എനിക്ക് ലാബിളുണ്ട്, അതായത് ഇതില്ലേ നെയിം സ്ലിപ്പ്, ഞാൻ ലാബിൾ എന്ന് പറയല് നെയിം സ്ലിപ്പ് ഉണ്ട്. അപ്പൊ ഷിൻചാന്റെ നെയിം സ്ലിപ്പാണ്. അപ്പൊ ആ ക്ലാസ്സിൽ എനിക്ക് മാത്രമുള്ള ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള നെയിം സ്ലിപ്പ്, ബാക്കി ആർക്കും അങ്ങനെ ഇല്ല. അപ്പോൾ അത് പിടിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചത്, ഷിൻചാനൊക്കെ വെച്ചത്. അപ്പൊ ആരുമായി ബെസ്റ്റ് ഫ്രണ്ട് രസമുണ്ട്. അപ്പൊ ഇതാണ് വളർന്നൊരു കാർഡ്. നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാലയാണ്, നല്ലൊരു പേളിന്റെ നല്ല ടൈപ്പ് മാലയാണ്, നല്ല രസമുണ്ട്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്ന. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഗിഫ്റ്റ് ആട്ടോ. ഇതൊരു യൂണിക്കോണിന്റെ ഒരു ബാഗാണ്, ബാഗാണ് യൂണിക്കോൺ ബാഗ്, സ്ലിംഗ് ബാഗ്. ഇത് സ്ലിംഗ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാം, ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് മാത്രമാക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. വെരി ലക്കി എന്ന് പറയുന്നൊക്കെ ഉണ്ട്. യൂണിക്കാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ബേബി ടീഷർട്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പം പിന്നെ എന്താണ്, പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾക്ക് വിളിച്ച് ഞാൻ ആ ഒരു ഡ്രസ്സിന് ഒരു പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളുടെ സെയിലായിട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് എന്താണ്, എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് അമ്മമാരെ, അപ്പന്മാരെ, കാക്കമാരെ, താത്തമാരെ, അമ്മായിമാരെ, അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു വലിയ താങ്ക്സ് ആണ്. പിന്നെ എൻ്റെ ഒരു വീഡിയോ അല്ല, എൻ്റെ ബർത്ത്ഡേ ഉണ്ട്, ചെറിയ ചെറിയ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ബർത്ത്ഡേ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ.